നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയുടെ കൂടെ നാളെ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞ അച്ഛനോ? അതാരോ? അന്ന് സ്കൂളിലെ ഫാദേഴ്സ് ഡേയിൽ മോന്റെ അച്ഛനായിട്ട് ആരാ വന്നത്? അത് പ്രസാദ് അങ്കിള്. ആ പ്രസാദ് അങ്കിള് തന്നെ മോന്റെ അച്ഛനായിട്ട് വന്നാ മോൻ ഇഷ്ടപ്പെടുവോ? എനിക്ക് പ്രസാദ് അങ്കിളെ വലിയ ഇഷ്ടാ. പ്രസാദ് അങ്കിളിന് എന്നെയും വലിയ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അച്ചൂട്ടന്റെ അമ്മയ്ക്കും അതറിയായിരുന്നു. അതുകൊണ്ടാ അച്ചൂട്ടന്റെ അച്ഛനായിട്ട് നാളെ പ്രസാദ് അങ്കിളിനെ തന്നെ കൊണ്ടുവരുന്നത്. നേരത്തെ തന്നെ പ്രസാദ് അങ്കിളിന് മോനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ഇനി മോന്റെ അച്ഛനായിട്ട് വരുമ്പോ അങ്കിളിന് മോനോട് കൂടുതൽ അടുപ്പം വരും. മോന്റെ അമ്മയ്ക്കും അതിഷ്ടാവും. പ്രസാദ് അച്ഛനും അഞ്ജലി അമ്മയും അച്ചുമോനും സന്തുഷ്ട കുടുംബം. മോൻ എന്തു പറയുന്നു? ഇപ്പൊ തന്നെ ഞാനിതങ്ങ് ഫിക്സ് ചെയ്യട്ടെ. എനിക്ക് സമ്മതമാ. ആരതി, 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 നീ എന്താ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഞാനിവിടെ ഈ വേഷം കെട്ടി നിൽക്കുന്നതേ നിങ്ങളെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിട്ടാ. ഞാൻ ഇതിനൊന്നും നിന്ന് തന്നില്ലെങ്കിൽ എന്റെ ചേച്ചി വിഷമിക്കും. അത് സഹിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കെട്ടുന്നതൊക്കെ. അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കരുത് നിങ്ങൾ. എന്നെ കൊണ്ടാവില്ല നിങ്ങളുടെ മാതൃകാ ഭാര്യ ആവാൻ. ശരി, നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നീ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. പക്ഷേ ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്കണം. നിന്റെ സിമ്പതി നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. നിന്റെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. സോറി, എനിക്ക് അതിൽ ഒരു തെറ്റിദ്ധാരണയില്ല. എന്റെ ധാരണകളൊക്കെ ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ചുറ്റും വല വിരിച്ച് നടന്ന നിങ്ങൾ സൗകര്യം ഒത്തു വന്നപ്പോ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ അങ്ങ് ചെയ്തു. അതൊക്കെ തന്നെയാണ് എന്റെ ധാരണയും. ആ ധാരണയാണ് ശരിയും. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അന്ന് ആ ഹോട്ടൽ മുറിയുടെ പുറത്ത് പോലീസുകാർ വന്ന് മുട്ടുമ്പോ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല. പ്രധാനമായും നിനക്കുണ്ടാവുന്ന മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അന്നു മുതൽ നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായത്. പക്ഷെ എത്ര പറഞ്ഞിട്ട് നിനക്ക് ബോധ്യപ്പെടുന്നില്ല. പോട്ടെ, അത് മറന്നാ പോലും നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം ഇവിടെ ഉണ്ട്. അത് പ്രസാദ് ഏട്ടന്റെയും അഞ്ജലി ചേച്ചിയുടെയും കാര്യമാ. അച്ഛനെ പോലെ ധിക്കരിച്ച് മനസ്സിലടക്കി കൊണ്ടു നടക്കുന്ന ഒരു ഇഷ്ടം പ്രസാദ് ഏട്ടൻ ഉണ്ടായിരുന്നു. അതുപോലും മറന്ന് ചേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചത് നമ്മുടെ നന്മയെ കരുതി മാത്രമാ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും മോഹങ്ങളും തിരിച്ച് അവരുടെ സന്തോഷത്തിനു വേണ്ടി നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാ ദമ്പതികളെ അഭിനയിക്കണം. അതെ അതെ, അഭിനയിക്കാൻ നിങ്ങൾ പണ്ടേ വിരുദ്ധനാണല്ലോ. എന്നോട് അഭിനയിച്ചതും തരം കിട്ടിയപ്പോ താലി കൊണ്ട് ബന്ധിച്ചതും എല്ലാം അതിന്റെ തെളിവാണല്ലോ. ഓ എന്റെ ആരതി, മതി വീണ്ടും വീണ്ടും ഉള്ളതിന്റെ ഈ പരിഹാസം. എല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് ഭാവിക്കുകയാണെങ്കിൽ അതിന് മരുന്നില്ല. അതല്ല, അറിവില്ലായ്മ കൊണ്ടുള്ള പറച്ചിലാണെങ്കിൽ അറിവുണ്ടാകുമ്പോ എല്ലാം ശരിയായിക്കോളും. അതുപ്രകാരം എന്നാണോ നിനക്ക് അറിവുണ്ടാവുന്നത് അന്നേ നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും. അതുവരെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി അഭിനയിക്കണം, അത്ര തന്നെ. എനിക്കറിയാം, പുഷ്പചേട്ടൻ പറഞ്ഞു എല്ലാം എന്നോട്.
എന്നാ ഞാനും ഇനി തുറന്നു പറയാം പ്രസാദേട്ടാ. എനിക്കുണ്ട് അതുപോലെ ഒരു ആത്മബന്ധം. എന്നെങ്കിലും ഒരിക്കൽ ആ കൂട്ടുകാരനുമായി സ്വന്തം വിവാഹം നടക്കുക എന്നതാ എന്നത്തെയും എന്റെയും സ്വപ്നം. ആ ഇഷ്ടം മറന്നുകൊണ്ടുള്ളൊരു വിവാഹം എന്റെയും മനസാക്ഷിയെ വഞ്ചിക്കുന്നതായിരിക്കും. പക്ഷേ ആരതിയും മുരളിയും അവരൊന്നായേ പറ്റൂ. അതിന് നമ്മുടെ വിവാഹം വഴി തെളിക്കുമെങ്കിൽ അതിനായി നമ്മൾ വിവാഹം കഴിക്കണം. അത് തന്നെയാ എന്റെ അഭിപ്രായം. കാരണം ഞാൻ എന്റെ അനുജത്തിമാർക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ പ്രസാദേട്ടൻ അനുജന്മാർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അവരുടെ ജീവിതം തളർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂവെങ്കിൽ ഈ വഴിയില് നമുക്കൊന്നിച്ചു നിൽക്കാം. ഇതിലൂടെ പ്രസാദേട്ടന്റെ മനസ്സിലെ ഇഷ്ടങ്ങളും എന്റെ മനസ്സിലെ ആഗ്രഹങ്ങളും മരിച്ചു പോവില്ല. പ്രസാദേട്ടന് സ്വന്തം പെൺകുട്ടിയെയും എനിക്കെന്റെ ആൺകുട്ടിയെയും വഞ്ചിക്കാതെ തന്നെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം. നാട്ടുകാർക്കും വീട്ടുകാർക്കും കാണാൻ വേണ്ടി മാത്രം. എന്തു പറയുന്നു? എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഒരല്പം നാടകം കളിക്കണമെന്ന് മാത്രം. എന്തു പറയുന്നു? വളരെ ചെറിയൊരു ഇടവേളയല്ലേ പ്രസാദേട്ടാ ഈ ജീവിതം തന്നെ. അങ്ങനൊരു ഇടവേളയില് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവുന്നത് ഒരു പുണ്യമല്ലേ? അവർക്ക് വേണ്ടി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ വേഷം കെട്ടി ഇനി അവരുടെ മുമ്പില് നമ്മൾ മാതൃകാ ദമ്പതികളായി തന്നെ തുടരണം. കുറച്ചു കാലത്തേക്കെങ്കിലും അത് തുടർന്നേ പറ്റൂ. തീർച്ചയായും നമ്മുടെ വിവാഹവും നമ്മുടെ ദാമ്പത്യവും വെറും നാട്യമാണെന്ന സത്യം നമ്മളിൽ മാത്രം ഒതുങ്ങട്ടെ. ആർക്കും ഒരു സംശയത്തിന് ഇടകൊടുക്കാതെ സമൂഹത്തിന് മുന്നിൽ ഉത്തമ ദമ്പതികളായി നമുക്ക് ജീവിക്കാം. അതെ, അത് മതി. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ച ദിവസങ്ങൾ. അതിന്റെ ക്ഷീണം കാണും. അഞ്ജലി കിടന്നു. ആ, കിടക്കാം. പ്രസാദേട്ടൻ കട്ടിലിൽ കിടന്നോളൂ. ഞാൻ ഈ നിലത്ത് പായ വിരിച്ചു കിടന്നോളാം. അതാ എനിക്ക് സൗകര്യം. അല്ല അതിപ്പോ പ്ലീസ്, ഇത് ഇങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം കൂടി പ്രസാദേട്ടൻ എനിക്ക് തരണം. എതിർക്കരുത്. ശരി, തന്റെ തീരുമാനം നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.